മുത്തുനബി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിസ്തഹാഹു അകലഹു വഇൻ കരിഹഹു തറക്കഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കഴിക്കും, വേണ്ടെങ്കിലോ താല്പര്യമില്ലെങ്കിൽ കഴിക്കും. ഇതല്ലാതെ തൊള്ളേ വെക്കാൻ പറ്റുന്നത്, മനുഷ്യന്മാർ കൊടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെയൊന്നും ഭക്ഷണത്തെ ചൂണ്ടിയിട്ട് പറയാൻ പാടില്ല. ഇത് വാപ്പാരാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. മേശപ്പുറത്തുനിന്ന് ഈ വർത്താനം അവരാണ് അധികം പറയുക. കുട്ടികൾ ഇത് കേൾക്കും, അവരും പഠിക്കും. അങ്ങനെ ഒരു സാധനത്തെയും കുറ്റപ്പെടുത്തരുത്. അപ്പൊ നല്ല സന്തോഷത്തോടുകൂടെ തിന്നാൻ പറ്റുമൊക്കെ തിന്നാൻ. പിന്നെ ഭക്ഷണം വിളമ്പുമ്പോ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ, തരം താഴ്ത്തി പറഞ്ഞ ഒരു സാധനം വിളമ്പരുത്. ചില ഉമ്മാർക്കുണ്ടൊരു സ്വഭാവം, കുഞ്ഞമ്മത്തിന്റെ കാര്യം വലിയ ഗുണമൊന്നുമില്ല, കൂട്ടിയോക്ക്, അങ്ങനെ പറയാൻ പാടില്ല. അവിടെ എന്താ പറഞ്ഞ നല്ല പിരാത്തി ചക്കക്കുരി എന്താ സാധനം എന്നറിയോ, കോയിറച്ചി പോലെ ഉണ്ടെന്ന് കൂട്ടി വയ്ക്കാം, അങ്ങനെയാ പറയാം. ചക്കക്കുരു ആണെങ്കിൽ അതിനങ്ങോട്ട് പറഞ്ഞു ഉഷാറാക്കിയിട്ട് വിളമ്പണം. അല്ലാതെ മോശാക്കി വിളമ്പിയാൽ അതിന്റെ ആ ഫലം നമുക്ക് കിട്ടൂല. ആട്ടിറച്ചി തിന്നുമ്പോ ആട്ടിറച്ചിയാണ് അറിയണ്ടേ അല്ലേ? ഒരു സാധനം തിന്നുമ്പോ ഇത് എന്താണ് മുയലിറച്ചി, മുയൽ പറഞ്ഞാൽ അതിന് വല്ല രുചി ഉണ്ടാവില്ല. അപ്പൊ ഓരോന്നും നമ്മൾ അതിനെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ അതിനോടുള്ള ഇഷ്ടവും താല്പര്യവും ഒക്കെ വന്നിട്ട് അത് ഉപയോഗിക്കണം. അതിന് പറ്റിയ രീതിയിൽ ഇത് സംഭവം ഗുണമേന്മ പറയും, വീട്ടിലെ ഗുണം പറയും. അള്ളാന്റെ ഹബീബ് ഒരിക്കൽ വീട്ടിൽ വന്നു. ഐഷ ബീവി റളിയല്ലാഹു അൻഹ അവിടത്തേക്ക് കഴിക്കാൻ ഉണങ്ങിയ റൊട്ടി എടുത്തു കൊടുത്തു. വേറെ ഒന്നുമില്ല. സുല്ലാസങ്ങൾ ചോദിച്ചു, ഇതിൽ കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ, കുത്തി തിന്നു നോക്കാൻ. അപ്പം പറഞ്ഞു ഇവിടെ ഒന്നുമില്ല. ഒന്ന് നോക്ക്. പോയി നോക്കുമ്പോ കുറച്ച് സുർക്ക കിട്ടി. സുർക്ക എത്തിച്ചു കൊടുത്തപ്പോ അവിടുന്ന് പറയുന്നു, നിഅമൽ ഉദ്മു അൽ ഖൽ, നിഅമൽ ഉദ്മുൽ ഖൽ. സുർക്ക എന്ത് മുന്തിയ കൂട്ടാനാണ്, ഇതിൽ നല്ല കൂട്ടാൻ ഉണ്ടോ? വെറും സുർക്ക അതിനായിട്ട് പറഞ്ഞു ഉഷാറാക്കിയിട്ട് നബി കുത്തി തിന്നാണ്. ഇങ്ങനെയാവണം എന്ത് വിഭവത്തെയും വിളമ്പിക്കുമ്പോൾ അതിനുണമേന്മ ഉള്ള ആ വശം പറഞ്ഞ് മനസ്സിന് പിടിച്ചിട്ട് തിന്നണം, എന്നാൽ അത് ഫലം ചെയ്യും. ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള ആത്മീയമായ മറ്റൊരു വിഷയം, ബിസ്മി ചൊല്ലിയായിരിക്കണം കഴിക്കേണ്ടത്. ഇതറിയാത്തവർ നമ്മളെ കൂട്ടത്തിൽ ആരുമില്ല. പക്ഷേ പൊരിച്ച കൊഞ്ചനെ കാണുമ്പോൾ ചിലപ്പോൾ അത് ഓർമ്മയിൽ വരില്ല. അത് അറിയാതെ എന്റെ ഹബീബ പെൺകുട്ടിയുടെ കൈ പിടിച്ചു. തൊട്ടപ്പുറത്തുനിന്നൊരു ഗ്രാമീണ അറബിയും ഓടി വന്നു, അതിൽ കൈയിട്ടു. മറ്റേ കൈ കൊണ്ട് അയാളെ കയ്യും പിടിച്ചു. എന്നിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്താന്മാരുടെ കൈകൾ ഈ ആളുകളെ കയ്യോടൊപ്പം എന്റെ കയ്യിലുണ്ട്. എന്താ സംഭവം നിങ്ങൾക്കറിയോ? നമ്മുടെ ഈ ആഹാരം ബിസ്മി ചൊല്ലാതെ ഉദ്ഘാടനം ചെയ്ത് കിട്ടിയാൽ നമ്മൾക്കും ഭക്ഷിക്കാലോ എന്ന് കരുതിയാണ് പിശാചുക്കൾ ഇവരെ ഇങ്ങോട്ട് ഉന്തിയിട്ടത്. അവരെയാണ് ഞാൻ പിടികൂടിയത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പം ബിസ്മി ചൊല്ലാതിരുന്നാൽ അതിൽ ശൈത്താന്റെ പങ്കാളിത്തമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളെ പോലും ഇരുത്തിയിട്ട് പറയും, സമ്മില്ലാ, മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് തുടങ്ങണം. കുലെന്നെടുക്കുക, വലത്തെ കൈ കൊണ്ട് തിന്നുക, ബിസ്മി ചൊല്ലുക. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്കടക്കം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എങ്കിലേ ആ ആഹാരം കൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകുക. ആ ആരോഗ്യം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ പറ്റും. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ച് ആരോഗ്യമുണ്ടായാൽ ആ ഭക്ഷണത്തിൽ പിശാചിന് പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം, ഈ ആരോഗ്യം നമ്മളിൽ നിന്ന് പിശാച് ദുരുപയോഗം ചെയ്യുമെന്നാണ്. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിലേക്ക് ആരോഗ്യം നമ്മൾ ചെലവാക്കേണ്ടി വരും. അതിനാൽ കൂട്ടമായി ആഹാരം കഴിക്കുമ്പം ഫർള് കിഫായ അല്ലെങ്കിൽ സുന്നത്ത് കിഫായ എന്ന നിലക്ക് ഒരാളെങ്കിലും അല്പം ഉറക്കെ ഒരു ബിസ്മി അങ്ങ് ചൊല്ലുക. ഓരോരുത്തർക്കും അത് കിട്ടാൻ എല്ലാവരും ചൊല്ലുക. ചിലപ്പോ വാപ്പയ്ക്ക് ബിസ്മി എല്ലാം മറക്കുക. അപ്പൊ കുട്ടികൾ വാപ്പയെ ബിസ്മി സുന്നത്തുണ്ടെന്നൊന്നും പറയണ്ട, അത് പറഞ്ഞൊരു അദബുകേടാണ്. എന്ത് പറഞ്ഞാൽ മതി, നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാപ്പ കേൾക്കുന്ന ശബ്ദത്തിൽ ചൊല്ലിയാ മതി. അപ്പോലും ചൊല്ലും. ബിസ്മി അല്ലല്ലോ സുന്നത്തുണ്ടൊക്കെ പറയും, ഇജിപ്പെന്നാ മൊല്ലിയാരെ ഇജിപ്പ് എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറയും. അങ്ങനെ പറയും. അപ്പൊ എല്ലാവരെയും ഉണർത്തിയിട്ട് എല്ലാവരും ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ വലതുച്ചാരമാണ്.
അള്ളാന്റെ ഹബീബൊരിക്കൽ പള്ളിയിലിരിക്കുമ്പോൾ ഒരു ഗ്രാമീണനായ അറബി ആഹാരം കഴിക്കുന്ന സ്വഹാബിയാണ്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അവസാനം ഒരു ഉരുള കൂടി ബാക്കിയുണ്ട്. അത് തിന്നുന്ന സമയത്താണ് അദ്ദേഹം ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറഞ്ഞ ഉടനെ അള്ളാന്റെ ഹബീബ് കൊക്കിച്ചിരിക്കുകയാണ്. അവിടത്തെ പല്ലുകൾ പുറത്തു കാണുകയാണ്. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണപ്പല്ല് കാണിച്ച് ചിരിക്കാറില്ല. ഈ സമയത്ത് അങ്ങനെയാണ് മുത്തുനബി ചിരിച്ചത്. സ്വഹാബത്ത് ചോദിച്ചു, എന്തുണ്ടായി നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ലല്ലോ. നബിതങ്ങൾ പറഞ്ഞു, അതാ സ്വഹാബി മൂപ്പര് ഭക്ഷണം കഴിക്കാൻ ബിസ്മിയല്ലാതെ ശൈത്താന്മാര് കൂടെ വന്നിങ്ങനെ ഭാര്യ തിന്നുക. അവസാനം ഒരു ഉരുള ബാക്കിയുള്ളത് തിന്നുമ്പം ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് അയാൾ പറഞ്ഞപ്പം ശൈത്താന്മാര് അതുവരെ തിന്നതൊന്നായിട്ട് ഛർദിക്കുന്ന രംഗം കണ്ട് ചിരിച്ചുപോയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പിശാചുക്കളുടെ ഷെറ് കൂടും. നമ്മൾ ഭക്ഷണം കഴിക്കും ബിസ്മില്ലാഹിട്ട് മറന്നുപോയാൽ ഈ ദിക്ർ ചൊല്ലുക, ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു. ഇനി ഏതെങ്കിലും ഒന്ന് നമ്മൾ തിന്നുകൊണ്ടിരിക്കുമ്പം നിലത്ത് വീണുപോയാൽ, ചിലപ്പോ കുട്ടികളൊക്കെ പഴംപൊരി എടുത്തോ നിലത്ത് പോകും. അപ്പൊ നമ്മൾ വലിയ ഉഷാറിൽ അതിനെടുക്കണം, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഇതെടുത്തോ എന്നാ നമ്മൾ പറയും. അങ്ങനെയല്ല, വിശ്വാസങ്ങൾ പറഞ്ഞു, കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ അത് എടുക്കുകയും അതിൽ ആയിട്ടുള്ള മാലിന്യമോ പൊടിയോ ഉണ്ടെങ്കിൽ അതിനയക്കുകയത് അത് പിശാചിന് വേണ്ടി നിങ്ങൾ ഇട്ടുകൊടുക്കരുത്. ഇതുപോലെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മുടെ പാത്രം വൃത്തിയാക്കി തന്നെ തിന്നണം. ഇഷ്ടം പോലെ ഇല്ലേ എന്ന് കരുതിയിട്ട് അത് അവിടെ ബാക്കി വെക്കരുത്. കൈവരലുകളിൽ ബാക്കി വെക്കരുത്. ഹോട്ടലിൽ നിന്ന് മറ്റുള്ളവർ കണ്ടാൽ എന്താ വിചാരിക്കുക, ഇവൻ കണ്ടാൽ എന്താ വിചാരിക്കുക എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു വിചാരിക്കുന്നതിനെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വറ്റിനു വേണ്ടി നമ്മളൊക്കെ താണ് കേണു നിൽക്കേണ്ട ഗതികേട് വരും. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടമുള്ള ഇറാഖിന്റെ ഗതി നമ്മൾ കാണുന്നില്ലേ? ഒരു പേക്ക് റൊട്ടിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന എത്രമായിരം ആളുകൾ അവിടെ ഉണ്ട്. അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. അതിനാൽ പടച്ചവൻ നമുക്ക് തരുന്ന ആഹാരത്തിന്റെ ഓരോ മണിയും വിലപ്പെട്ടതാണെന്ന ബോധത്തോടെ ആവണം മുസ്ലിമീങ്ങൾ ആഹാരം കഴിക്കുന്നത്. ഇങ്ങനെ ആരോഗ്യത്തിന്റെ പ്രധാന വിഷയമായ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. രണ്ടാമതായി, ഇസ്ലാമിന്റെ ആരോഗ്യ വിചാരത്തിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്താ? ഈ ആരോഗ്യം അള്ളാഹു തരുന്ന അനുഗ്രഹമാണ്. നമ്മുടെ പ്രവർത്തനം കാരണമായി അത് നീങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ജീവിതം നമ്മൾ ക്രമീകരിക്കണം. അതിന്റെ ഭാഗമായി ഇസ്ലാം മതത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, രോഗം വരാൻ പ്രധാന കാരണമായ എന്തെല്ലാം സംഗതികളുണ്ട് അതിനൊക്കെ ഇസ്ലാം മാലിന്യം, നജസ് എന്ന് പറഞ്ഞിട്ട് എണ്ണിയിരിക്കുകയാണ്. അങ്ങനെ എണ്ണി നോക്കിയാൽ ഏകദേശം ഒരു 17ഓളം കാര്യങ്ങളുണ്ട് നജസായി എണ്ണപ്പെട്ട വിഷയം. നമ്മൾ ഓർമ്മയിലുള്ളതുണ്ടാവും, മലം, മൂത്രം, ചലം, രക്തം, ഛർദിച്ചത്, അല്ലെ, ശവം, കള്ള്, ഇങ്ങനെ തുടങ്ങിയ 17ഓളം നമ്പറുകൾ നമുക്ക് തെരഞ്ഞാൽ കാണും. അതിനൊക്കെ ഇസ്ലാം മാലിന്യം എന്നാ പറഞ്ഞ്, നജസ് എന്നാ പറഞ്ഞു. ആ നജസ്സുകൾ നമ്മുടെ ശരീരത്തിൽ മനഃപൂർവം പുരട്ടാൻ പാടില്ല. ആ നജസ് നമ്മളെ ശരീരത്തിലായാൽ നിർബന്ധമായും കഴുകിക്കളയണം. അത് നമ്മുടെ ശരീരത്തിലോ ധരിക്കുന്ന വസ്ത്രത്തിലോ നാം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകരുത്, നീക്കം ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ രീതി ഇസ്ലാം മതം പഠിപ്പിച്ചു. അത് അതിന്റെ വലിയൊരു തത്വമാണ്. അള്ളാഹു പറയുന്നത് കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. മനുഷ്യന്റെ ആരോഗ്യം രണ്ട് തരത്തിലാണ് നമ്മൾ പറഞ്ഞു. മാനസിക സന്തുലിതാവസ്ഥയോടൊപ്പം ശരീരത്തിന്റെ സന്തുലനവും വേണം. ഇത് രണ്ടും റെഡിയായവരോടാണ് അള്ളാഹ്ക്ക് താല്പര്യം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. പാശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച,
ശുദ്ധമായ ഹൃദയമുള്ളവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. അതോടൊപ്പം വൽ മുതത്വഹിരീൻ, വൃത്തിയും ശുദ്ധിയും ഉള്ളവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. വൃത്തിയും ശുദ്ധിയും എന്തിനാ? നമ്മുടെ ആരോഗ്യത്തിനാണ്. ആരോഗ്യത്തിന്റെ ആണിക്കല്ല് അതാണ് അള്ളാഹു ഈ പ്രഖ്യാപിച്ച സൂക്തത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. രോഗം വരാതിരിക്കാൻ വൃത്തിയും ശുദ്ധിയും പാലിച്ച് ജീവിക്കുക. നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, ജീവിത സാഹചര്യം അതെപ്പോഴും ആരോഗ്യകരമായ രീതിയിൽ നമ്മൾ സംവിധാനിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങളുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ വളരെ സൂക്ഷിച്ച് നാം അതിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ സമയത്ത് ഈ നജസ്സുകളിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടായാൽ ആ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചതിന്റെ പിന്നിലുള്ളതും നമ്മുടെ ആരോഗ്യബോധം അത് ഉണ്ടാക്കിയെടുക്കലാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഇന്ന് പണ്ടത്തെ രീതിയിലല്ല. ഈ മാലിന്യങ്ങളുമായി മനുഷ്യൻ വല്ലാതെ പ്രയാസപ്പെടുന്ന കാലമാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യ രാജ്യത്തിന്റെ മാനം കെട്ടുപോകുന്ന ഒരവസ്ഥയാണ് തെരുവോരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത്. വേറെ ഒരു രാജ്യത്ത് എന്നാൽ ഇതുപോലെ നമ്മൾ കാണുന്നില്ല. ഇന്ത്യയുടെ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽ പാളങ്ങളിലും ചെന്ന് നോക്കിയാൽ കുട്ടികളൊക്കെ സാധാരണ പറയാണ്ട് ലോകത്തെ ഏറ്റവും വലിയ ടോയ്ലറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? ഇന്ത്യൻ റെയിൽ പാളം എന്ന് പറയും. കാരണം അത്രയും അധികം മലമൂത്ര വിസർജനം പരസ്യമായി നടക്കുക. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ ചെന്ന അങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കണ ഇളിക്കുന്നതാണ്. അങ്ങനെ ഒരു ഇതുമില്ലാതെ തെരുവുകളിൽ നിങ്ങൾ ഉണ്ടല്ലോ, ചില ആൾക്കാരൊക്കെ അങ്ങനെ ഇരുന്നിട്ട് പൂന്തോട്ടം നനക്കണമാതിരി നിൽക്കണം, അല്ലെ ചുമരിന് വെള്ളമടിക്കാൻ തോന്നും. ഒരു ചെറിയ ഒരു പ്രശ്നമായിട്ടാണ്. അള്ളാന്റെ ഹബീബ് പറയുന്നു, വല്ലാത്ത ശാപമുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, എന്താണത്? പൊതുസ്ഥലത്തിൽ മലമൂത്ര വിസർജനം നടത്തലാണ്. ആ നാറ്റം വരുമ്പം ഏതൊരു മനുഷ്യനും ചോദിച്ചു പോകും, ഏതെരപ്പനാണിത് അല്ലെ? അറിയാതെ തൊള്ളോണ്ട് പറഞ്ഞാലും മനസ്സിൽ ആരവിടെ ഇത് ചെയ്ത് അറിയാതെ ചോദിക്കുന്നു. എല്ലാവരെയും ശാപമുണ്ടാവും. അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുക എന്ന ഈ ഒരു ദുസ്വഭാവം നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തു കളയുക. സമസ്ത കേരള സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, കഴിഞ്ഞ നമ്മുടെ ഈ വർഷക്കാലത്തിന്റെ തുടക്കത്തിൽ ഒരു ശുചിത്വ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. അന്ന് നമ്മൾ പഞ്ചായത്ത് അധികൃതർക്കൊക്കെ പ്രധാനമായും കൊടുത്ത നിവേദനത്തിൽ ഉണ്ടായിരുന്നത്, ഇതിന് സൗകര്യമൊരുക്കണം എന്ന്. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെരുവിൽ മൂത്രമൊഴിക്കരുത് എന്ന് നമ്മൾ ആളുകളോട് പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അവിടെ പാത്താമുട്ടി ഞങ്ങൾ എവിടെ ഇനി പൊരക്ക് ബസ് കയറുക, അപ്പോൾക്ക് ബസ് വാത്തിപ്പോലെ. അപ്പൊ അതിന് സംവിധാനം ആരുണ്ടാക്കണം? നമ്മുടെ ഭരണം. ഈ ആരോഗ്യ പ്രവർത്തനത്തെ നമ്മൾ ചെലവ് ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയിൽ നിന്ന് 1% മാത്രം ഈ പൊതു ടോയ്ലറ്റിന്റെ നിർമ്മാണവും അതിന്റെ ശുചീകരണവും അതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാരെ വെക്കണം. അതിനു വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് ലാഭമില്ലാതെ നഷ്ടം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ഭരണാധികാരികളുടെ ശ്രദ്ധ എപ്പോഴും അങ്ങോട്ട് പോകും. ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലൊക്കെ പോയി എന്താണ് അവിടുത്തെ സ്ഥിതി? അവിടെ കേറിയ രോഗം ഉണ്ടാവും. ആ ജാതി ടോയ്ലറ്റ് ഉള്ളത് അധിക സ്ഥലത്തും ഇല്ല. പിന്നെ ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ഭരണാധികാരികളെ കണ്ണു തുറക്കേണ്ട ഒരു മേഖലയാണ് ഇത്. ഇപ്പോഴും നമ്മളെ വിചാരം എന്താ? ഇതൊരു പച്ചവെള്ളം എന്നുള്ളതാണ്. അങ്ങനെ മൂത്രമൊഴിക്കുന്നവൻ ചോദിക്കുന്നത്, അത് ഞാൻ ഇപ്പൊ ഇളനീര് കുടിച്ചിട്ട് മൂത്രമൊഴിക്കല്ലേ? ഇളനീര് കുടിച്ച് മൂത്രമൊഴിച്ചാൽ ഇളനീരാ വരിക? നാ പിന്നെയും കുടിച്ചൂടെ? ഇളനീരല്ലല്ലോ അത്. ബിരിയാണി നിന്ന് വിസർജിച്ചതല്ലേ ബിരിയാണി എന്നാ പറയുന്നത്. MLA MP ഒക്കെ തോറ്റാ മുൻ MLA മുൻ MP എന്ന് പറയും. ബിരിയാണി നിന്ന് കക്കൂസ് പോയാൽ മുൻ ബിരിയാണി എന്ന് പറയോ? അത് പറയില്ല. അത് എല്ലാ തരത്തിലുള്ള രോഗാണുക്കളുള്ള സാധനമാണ്. പച്ചവെള്ളമല്ല സാധാരണ. ഈ വരുന്ന മൂത്രത്തിന്റെ ഒരു തുള്ളി പരിശോധിച്ചാൽ അയാൾക്ക് മലമ്പനി ഉണ്ടെങ്കിൽ വിവരമറിയും. അയാൾക്ക് മഞ്ഞപ്പിത്തമുണ്ടെങ്കിൽ ഈ മൂത്രം വിവരം തരും. ഗർഭിണിയാണെങ്കിൽ ഈ മൂത്രം അത് വിളിച്ചു പറയും. വെറും വെള്ളമല്ലത്, അതിന്റെ എല്ലാ സാധനവും ഈ വെള്ളത്തിലൂടെ വരുന്നുണ്ട്. അപ്പോ അത് ശരീരത്തിലായാൽ, വസ്ത്രത്തിലായാൽ, തെരുവിലായാൽ നമ്മൾക്ക് രോഗം പടർത്തും.
അതിനാൽ ഇസ്ലാം മതം പറയുന്നു, ഈ ആരോഗ്യബോധത്തിന്റെ ഭാഗമായി 2ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു നോക്കൂ, ഇസ്ലാം മതത്തിന്റെ സൗന്ദര്യമാണത്. അവര് പറയും മലമൂത്ര വിസർജനം പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണൊന്ന് വഴിയോരങ്ങൾ, മറ്റൊന്ന് മാളം. മനുഷ്യനെ മാത്രം നോക്കിയാ പോരാ, ഇഴജന്തുക്കൾ താമസിക്കുന്ന മാളങ്ങളിൽ പോലും മൂത്രിക്കരുത്, കാഷ്ടിക്കരുത്. ജനങ്ങൾ സംസാരിച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പുകളും ബസ് സ്റ്റാൻഡുകളും ഇവിടെ ഒന്നും ചെന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല. അതുപോലെ പഴങ്ങൾ ഉണ്ടാകുന്ന മരത്തിന്റെ ചോട്ടിൽ അപ്പിട്ട് വെക്കരുത്. മാങ്ങ വീകലായിരിക്കും. നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു, കുറഞ്ഞൊലിക്കുന്ന വെള്ളത്തിലും കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും വിസർജനം നടത്തരുത്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ ആരോഗ്യബോധം നമ്മൾ പഠിക്കുന്നു. മാത്രമല്ല, അങ്ങാടിയിൽ ഇറങ്ങുന്ന മുസ്ലിമായ മനുഷ്യന് ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൗകര്യവും ഒരുക്കുന്നു. ഏത് പ്രദേശത്തൊരു ചെറിയ അങ്ങാടി ഉണ്ടായാലും മുസ്ലിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് അവിടെ എങ്ങനെയാണ് നമുക്കൊരു ചെറിയ പള്ളി ഉണ്ടാക്കാൻ കഴിയുക. അപ്പൊ ആരും ആശങ്കപ്പെടണ്ട, ആ അങ്ങാടിയിൽ ഒരു പള്ളി വരുന്നത് ആ അങ്ങാടിയുടെ ആരോഗ്യ കേന്ദ്രം കൂടിയാണ്. നമ്മളൊരു പള്ളി ഉണ്ടാക്കുമ്പോ ആദ്യം ചിന്തിക്കൽ എന്താ? ശുദ്ധവെള്ളം ഇവിടെ എവിടുന്ന് കിട്ടും, എത്ര കിട്ടുമെന്നാണ്. ലോകാരോഗ്യ സംഘടന ആരോഗ്യമളക്കാനുള്ള അടയാളമായി പറഞ്ഞത് ആ പ്രദേശത്തെ ശുദ്ധജല വാട്ടർ ടാപ്പുകളുടെ എണ്ണം നോക്കിയിട്ടാണ് അവിടുത്തെ ആരോഗ്യം അളക്കേണ്ടത് എന്നാണ്. ശുദ്ധജലം എത്ര കിട്ടും അതിനനുസരിച്ചാണ് ആരോഗ്യം ഉണ്ടാകുക. പള്ളി ആദ്യം ശ്രദ്ധിക്കൽ വെള്ളം കിട്ടുമോ എന്നാണ്. എന്നിട്ട് രണ്ടാമതായോ നല്ല മൂത്രപ്പുര ഉണ്ടാക്കും നമ്മൾ. ആ മൂത്രപ്പുരയിൽ നിന്ന് വരുന്ന വിസർജ്യ വസ്തുക്കൾ തെരുവിലേക്ക് ഒഴുകുകയല്ല, ശാസ്ത്രീയമായതിനെ സംസ്കരിക്കാനുള്ള സൗകര്യമുണ്ടാക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഒരൊറ്റ മുസ്ലിമായ മനുഷ്യനും അങ്ങാടിയിൽ ചെന്ന് തെരുവിൽ മൂത്രിക്കുന്നത് നമ്മൾ കാണുന്നില്ല. കോഴിക്കോട് മഫീസൽ ബസ് സ്റ്റാൻഡിൽ എത്തിപ്പെട്ടാൽ അന്യരായ കാന്തപുരം ഉസ്താദ് നിർമ്മിച്ചു തന്ന സ്റ്റേഡിയം പള്ളിയിലേക്കോ മർക്കസ് കോംപ്ലക്സിലെ പള്ളിയിലേക്കോ മറ്റു പരിസരത്തുള്ള പള്ളികളിലേക്കോ ചെന്നുകൊണ്ടല്ലേ മുസ്ലിമീങ്ങളെ വിസർജനം നടത്തുന്നത്. ഇതെന്തുമാത്രം ആരോഗ്യകരമാണ്. ആ ടൗണിൽ എത്ര 10,000-കണക്കിന് മുസ്ലിമീങ്ങൾ വരുന്നു. അവരും കൂടി അവിടെ എങ്ങാനുമുള്ള ആ തെരുവിലെ എന്തായിരുന്നു സ്ഥിതി? അതുകൊണ്ട് പള്ളികൾ ആരോഗ്യ കേന്ദ്രങ്ങളാണ്. മൂക്ക് വെച്ച് പരിശോധിക്കുന്ന ആരോഗ്യ കേന്ദ്രം ഭൂമിയിലുണ്ടെങ്കിൽ അത് പള്ളി മാത്രമേ ഉള്ളൂ. അല്ലേ? മൂക്ക് നിലത്ത് വെച്ചിട്ടല്ലേ നമ്മൾ സുജൂദ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വൃത്തിയും ശുദ്ധി എത്ര ഉണ്ടെന്ന് ഇതുപോലെ പരിശോധിക്കപ്പെടുന്ന സ്ഥലം ഭൂമി വേറല്ല. അതുകൊണ്ട് ഏറ്റവും ആരോഗ്യം നിലനിൽക്കുന്ന കേന്ദ്രം അത് പള്ളികളാണ്. അതൊരു ടൗണിൽ എത്ര വരുന്നോ അത്ര കണ്ട് ആ ടൗണിന് ശുചിത്വമുണ്ടാകും, ആരോഗ്യമുണ്ടാകും. ഇനി നിങ്ങൾ നോക്കൂ, ഈ മൂത്രം പണ്ടൊക്കെ നമ്മൾ മലമൂത്ര വിസർജനം നടത്തി പുറത്തു പോയിട്ടാണ്. പണ്ടത്തെ കാലത്തൊക്കെ അതിന് പേര് പറയലെന്താ? വാപ്പ വെളുക്കിയിരിക്കാൻ പോയതാണ്. ഇപ്പോഴത്തെ കുട്ടിയോട് വെളുക്കിയിരിക്കാൻ പോയതാണ്. അവർക്ക് തിരിയില്ല. കാരണം അന്നൊക്കെ വിശാലമായ പറമ്പുണ്ട്. ആ പറമ്പ് അങ്ങോട്ട് പോയെങ്കിലും വേരും ഇമലൊക്കെ ഇരുന്ന് കാറ്റും കൊണ്ടിട്ടല്ലേ. ഈ പിന്നീട് അത് കോലം മാറി. പിന്നെ അവിടൊക്കെ വീട് വന്നപ്പോ എന്തായി? മറക്കിരിക്കാൻ ഒരു കുഴിയുണ്ടാക്കി ഈന്തിന്റെയോ തെങ്ങിന്റെയോ ഒക്കെ പാലിട്ട് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയ മറ കെട്ടി അയിമലൊരു നൂലുവാളിയാണ് അതിന്റെ പിന്നെ പൂട്ട്. അപ്പൊ ഇരിക്കുന്നവന്റെ കയ്യിൽ ഈ കയറുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരോ ഒന്ന് തുറന്നാല് ഓപ്പണായി പോകും. അപ്പൊ അത് കയ്യിൽ പിടിച്ചിട്ടായി ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കളിയാണെന്നുണ്ട് ഇങ്ങനെ തുള്ളിക്കളിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ജാമ്യത്തിനെടുത്ത് പോരല. ആ സിസ്റ്റം ഒക്കെ പോയില്ലപ്പോ. ഇന്നതൊക്കെ മാറി നേരെ അകത്തുക. ഓരോരുത്തരെ പുരയിലൊന്ന് എത്ര ശൈത്താൻകൂട് ഉണ്ട് എന്ന് അറിയുന്നത്? 4ഉം 5ഉം ശൈത്താൻകൂട് നമ്മളെ വീട്ടിലുണ്ട്. തിരുനബി പറഞ്ഞു, ഫഇന്നഹാ മഅവശയാത്തീൻ, വിസർജനാലയങ്ങൾ അത് പിശാചുക്കളുടെ സങ്കേതമാണ്. അവിടെയാണ് അവർ അന്തിയുറങ്ങുന്നത്. അങ്ങനത്തെ ശൈത്താന്മാർക്ക് പാർക്കാൻ പറ്റിയ 1ഉം 2ഉം നിൽക്കുന്ന മലവും
മൂത്രവും ഇന്ന് നമ്മളെ വീട്ടിന്റെ അകത്താണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്. അതിനാൽ പണ്ടുള്ളതിനേക്കാൾ രോഗം കൂടുതലാണ്. ആശുപത്രിയും സൗകര്യം മരുന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും രോഗം കൂടുതലാണ്. രോഗം കൂടാനുള്ള കാരണം എന്താ? പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. ഭക്ഷണത്തിന്റെ ക്രമീകരണം തെറ്റിയതിന്റെ കൂടെ ശുചിത്വ ബോധം കുറഞ്ഞു വരുന്നു. ഇന്ന് നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ വീട്ടിൽ കക്കൂസ് ഉണ്ട്, നല്ല ടൈല് പതിച്ചതാ, നല്ല വെളുപ്പ് നിറ. അതുകൊണ്ട് നമ്മളെ ഉമ്മാരൊക്കെ വിചാരിച്ചെന്താ അവിടെ ഇനിയിപ്പോ എന്താ നല്ല നിറണ്ടല്ലോ, അവിടെ ചെരുപ്പിടുന്നെന്തിനാ? ഒറ്റ കക്കൂസിലും ചെരുപ്പില്ല. അവിടെ പോയി നേരെ അങ്ങോട്ട് ഇരിക്കുക. എന്നാൽ ഈ അണുക്കളൊന്നും നിങ്ങൾ കാണൂല. കാരണം ഈ അണു എന്ന് പറഞ്ഞ സാധനം തന്നെ അത് അണുവാണ്. അതിനെ സാധാരണ കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല. ഇത് വലിയ തലകെട്ടും കെട്ടി ഇങ്ങനെ നിൽക്കുന്നല്ല ഈ അണുക്കള്. ശൈത്താന്മാരായി തന്നെ. ശൈത്താന് നമ്മൾ കാണൂലല്ലോ. ഫൈനഹ മഹ്വശയാത്തി എന്നല്ലേ വിശ്വാസം. ശൈത്താന്മാരെ സങ്കേതം. അതുകൊണ്ട് ഈ ശൈത്താനും അണും നമ്മളെ ആക്രമിക്കാതിരിക്കാൻ വീടുകളിലുള്ള കക്കൂസുകളിൽ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കണം. അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കക്കൂസിനെത്തിയാൽ ഉടനെ റബ്ബിനെ വിളിച്ചുകൊണ്ട് അഭയം തേടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അല്ലാഹുവേ, ആൺ പിശാചുക്കളുടെ ശർറിൽ നിന്നും പെൺ പിശാചുക്കളുടെ ശർറിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഇത് രണ്ടും അവിടെ ഉണ്ടാവും. അത് ചൊല്ലിയിട്ടായിരിക്കണം അങ്ങോട്ട് കടന്നിട്ട് അല്ലണ്ടി അല്ലട്ടെ. കക്കൂസ് കയറിയിട്ട് അല്ലാഹുമ്മന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഇപ്പുറത്ത് അതിന്റെ അടുത്തുനിന്ന് പറയണം. കക്കൂസിൽ ഇറങ്ങുമ്പോ ഇടത്തെ കാലെടുത്ത് വെച്ചാൽ നമ്മളൊക്കെ പഠിച്ചതാ. പക്ഷേ നമുക്കങ്ങനെ ഉണ്ടല്ലോ, നേരത്തെ കൊഞ്ചം കണ്ടപ്പം ബിസ്മി മറന്ന മാതിരി ഇത് മുട്ടിയാ പിന്നെ ഒക്കെ മറന്നു. അവിടെ ഒറ്റ പാച്ചില. അങ്ങനെ ആട്ട് ഇറങ്ങുമ്പം തന്നെ നമുക്കിപ്പം തകരാറൊന്നും ഇല്ലാത്തതുകൊണ്ട്, തകരാറൊക്കെ വരുമ്പോഴാണ് അള്ളാഹ്നെ ഓർമ്മ. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഈ നിയമത്ത് നിലനിന്ന് കിട്ടണമെങ്കിൽ അള്ളാഹ്നെ ഓർമ്മ വരണം. ഈ ദിക്റ് ചൊല്ലണം. ഇടതുകാല് മുന്തിച്ചുകൊണ്ട് പ്രവേശിക്കണം. നിർബന്ധമായും ടോയ്ലറ്റുകളിൽ പ്രത്യേകം ചെരുപ്പ് വെക്കണം. ഉമ്മാരാ ശ്രദ്ധിക്കേണ്ടത്. അത് വാങ്ങിക്കൊടുക്കുമ്പോ എന്ത് വേണം അറിയോ? ഈ വഴിക്ക് വീഴാത്ത യാതി ചെരുപ്പുണ്ടാവും, നല്ല ഗ്രിപ്പ് കിട്ടുന്നത്. അത് നോക്കിയിട്ട് വാങ്ങിക്കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ വരെ ഊരമുറിയണ പണിയുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ചെരുപ്പ് അവിടെ വെച്ച് ആ ചെരുപ്പ് അകത്ത് ഉപയോഗിക്കരുത്. അകത്ത് ഉപയോഗിച്ചാൽ നജസ് ഇങ്ങോട്ട് കയറും. കാരണം കുട്ടികൾ ഇത് കഴുകി വൃത്തിയാക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് കുട്ടികളുടെ ഇടയിലൊക്കെ നിർബന്ധമായും പാലിക്കുക. കക്കൂസിലെ ചെരുപ്പ് അകത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവരികയാണെങ്കിൽ കഴുകി അണുമുക്തമാക്കി എന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് കക്കൂസ് ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ അണുക്കൾ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതല്ല. ഒരു കക്കൂസിൽ എത്ര ആളാ ഒരു ദിവസം പോകുന്നത്? ഏതെല്ലാം രോഗാണുക്കളാണ് അവിടെ ചെന്ന് വീഴുന്നത്. അതിനാൽ ഉമ്മമാരെ, ദിവസവും ഈ അണുക്കളെ നശിപ്പിക്കുന്ന ലായനി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കക്കൂസ് കഴുകണം. അത് നനച്ചു കുളിയിടന്ന് മാത്രം പോരാ. കൊല്ലത്തിലൊരിക്കലേ അന്നൊരു കഴുകല അതുപോലെ എല്ലാ ദിവസവും എന്ത് വേണം? ഈ അണുനാശിനി ഉപയോഗിച്ചിട്ട് കക്കൂസ് കഴുകണം. ഇതിന്റെ പുറമെ കക്കൂസിൽ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, സാധാരണ കുട്ടികൾ വിസർജനം നടത്തിയാൽ അവരുതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് പോരും, ഉള്ളിലേക്ക് വെള്ളം വെക്കൂല. അപ്പൊ ഉമ്മമാര് ശ്രദ്ധിച്ചോളം, കുട്ടികൾ പോയി വന്നാൽ ഉടനെ ചെന്നിട്ട് വെള്ളം എടുത്തിട്ട് അത് ഒഴിവാക്കണം. അല്ലെ വേറെ ആരെങ്കിലും കയറുമ്പോ പിന്നീട് കയറാൻ കഴിയും. ഇനി വലിയോർക്കൊരു സ്വഭാവമുണ്ട്, മലവിസർജനം നടത്തിയാൽ വെള്ളമൊഴിക്കും, മൂത്രവിസർജനം നടത്തിയാലോ ഒന്നും ചെയ്യാതെ അഡ്രസ് കഴിയുമ്പോട്ട് പോരും. ഇത് പോരാ. മൂത്രവിസർജനം നടത്തിയാലും വെള്ളം ഒഴിക്കണം. കാരണം കക്കൂസിലെ വെള്ളം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ അളവിലുണ്ടാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ മാതിരി ഏതാ പറയും. അവിടെ എന്ത് വേണം? നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ മൂത്രിച്ചു കൊടുത്താൽ അവിടെയുള്ള വെള്ളം അടിയിലേക്ക് പോയി ഈ ചെന്നത് അവിടെ നിൽക്കും. അപ്പൊ ഒരാൾ മൂത്രമൊഴിച്ചിങ്ങോട്ട് പോന്നാൽ പിന്നെ കേറുന്നവൻ ഈ മൂത്രം മണക്കും. അതിനാൽ അത് നന്നായി വെള്ളമൊഴിച്ച് കളയണം. ഇത് മറക്കരുത്. ഇതിന്റെ കൂടെ കക്കൂസിന്റെ ക്ലോസറ്റിലൂടെ നമ്മൾ വെള്ളം ഒഴുക്കുമ്പോൾ സൂക്ഷിക്കണം. അത് പോകുന്നത് എങ്ങോട്ടാണ്? അത് മലസംഭരണ ടാങ്കിലേക്കാണ്. അങ്ങനെ പോകുന്നത് അവിടെയുള്ള അണുക്കളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വെള്ളമാവരുത്. ചിലപ്പോ നമ്മളെ
ബാത്റൂമില് അലക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ സോപ്പും പതകളും മറ്റുമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ദീർഘാട് ഒഴിച്ചു കൊടുത്താലേ ക്ലോസറ്റിലേക്ക് പാർന്ന പോണ് കാണാൻ നല്ല രസമാണ്, ബ്ലോളോളോന്നറിയും. പക്ഷെ ഇത് ചെന്ന് വീഴുന്നത് എങ്ങോട്ടാ? മലസംഭരണ ടാങ്കിലേക്കാണ്. അവിടെ എത്തിയാൽ അതിലുള്ള അണുക്കളെ ഇത് കൊന്നുകളയും. അപ്പം മലം നശിക്കാതെ അവിടെ കിടക്കും, അത് അപകടം ചെയ്യും. അത് മറ്റേ പൈപ്പിലൂടെ ഓവിലൂടെ പുറത്തേക്ക് വിടണം. ഇങ്ങനെ നമ്മൾ വളരെ വൃത്തിയോടെ സൂക്ഷിക്കണം. കുട്ടികൾ അവര് മൂത്രമൊഴിച്ചാൽ അത് ഉടനെ കഴുകി കൊടുക്കുന്ന ശീലം വേണം. അതിനിപ്പോ നാളെ കുളിപ്പിക്കുമ്പോ ഇപ്പം കൊടുക്കുക എന്ന് മാത്രം ശീലമാക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് അവരെ ആരോഗ്യത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. ചെറിയ മക്കൾ ഉറങ്ങുന്ന റൂമുകളാണെങ്കിൽ അവിടെ വെള്ളം തളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. തുടച്ചാൽ ഉണ്ടാകുന്ന നനവ് പോലും ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിൽ കലർന്നാൽ അത് ശ്വസിച്ചാൽ മതി, ചെറിയ കുരുന്നുകൾക്ക് കഫക്കെട്ടും ശ്വാസമുട്ടും വരും. അത് സൂക്ഷിക്കുക. നനഞ്ഞ തോർത്തുമുണ്ട് പോലും ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന റൂമിൽ ആറിയിട്ടാൽ അതിന്റെ സൈഡ് എഫക്റ്റ് കുട്ടികൾക്ക് ഉണ്ടാകുമെന്നാണ്. കുട്ടികളുടെ തൊട്ടിലിന് താഴെ വെച്ച പാത്രത്തിൽ മൂത്രമായി കഴിഞ്ഞാൽ അത് നേരം വെളുത്തിട്ട് ഒഴിവാക്കാമെന്ന് വിചാരിക്കരുത്. മേലെ ഫാൻ കറങ്ങുന്നുണ്ട്, അത് ബാഷ്പീകരിച്ച് പൊങ്ങി കുട്ടികൾ ശ്വസിക്കും, കഫക്കെട്ട് വരും, കൊര വരും. അപ്പോൾ ആ മൂത്രം എടുത്ത് ഉപേക്ഷിക്കാൻ മറക്കരുത്. ഇങ്ങനെ കാറ്റും വെളിച്ചവുമുള്ള റൂമിലായിരിക്കണം അവർ ഉറങ്ങുന്നത്. ഇങ്ങനെ വീടും പരിസരവുമെല്ലാം ആരോഗ്യകരമായി മാലിന്യമുക്തമായി നമ്മൾ സംരക്ഷിച്ചെങ്കിലേ ആരോഗ്യമുണ്ടാകൂ. അതുകൊണ്ടാണ് ഇസ്ലാം ഈ വൃത്തിക്കും ശുദ്ധിക്കും ഇത്രയും പ്രാധാന്യം കൊടുത്തത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മനസ്സും ശരീരവും ശുദ്ധമായവരെയാണ്. അവിടെയാണ് ആരോഗ്യമുണ്ടാകുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിന്റെ കൂടെ നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ രോഗം പടർത്തുന്ന തരത്തിലുള്ള ഒരു മാലിന്യ കൂമ്പാരവും ഉണ്ടാകും. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? മാലിന്യം സംസ്കരിക്കപ്പെടാൻ സ്ഥലമില്ല എന്നതാണ്. നമ്മുടെ നഗരങ്ങളോടൊപ്പം ഗ്രാമങ്ങളും ഇന്ന് വീർപ്പുമുട്ടാണ്. കേരളത്തിൽ ഗ്രാമം എന്ന സങ്കല്പം തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നാ പറയും. കാരണം നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് നോക്കി, ഒരു വണ്ടി എടുത്ത് പോയി നോക്കി, ആ ടൗൺ തന്നെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ടൗൺ. ഒരു ടൗണാട് കഴിഞ്ഞ് ചെറിയൊരു 10-20 സെന്റിന്റെ ഗ്യാപ്പ്, അത് കഴിഞ്ഞാൽ വേറെ ടൗണ്. ഇങ്ങനെ കേരളം മൊത്തം ഒരു ടൗണായി മാറുക. അതുകൊണ്ട് തന്നെ ഓരോ ടൗണിലും ഓരോ വീട്ടിലും ഉണ്ടാകുന്ന മാലിന്യം അത് എങ്ങനെ സംസ്കരിക്കണം എന്നറിയാതെ നമ്മളെ കേരളക്കാരെന്താ ചെയ്യുന്നത് എന്നറിയോ? മൊത്തത്തിൽ എല്ലാവർക്കും ഇപ്പൊ ശീലിച്ചൊരു സ്വഭാവം അതിന്റെ ഒരു കച്ചവടക്കാരൻ വിചാരിക്കുകയാണ് ആ കട്ട കൈതച്ചക്കയും മറ്റൊക്കെ പാടെടുത്തിട്ട് അത് തൽക്കാലം ഈ പീഡിയവലയം ആ റോട്ടുമ്മൽ കാട്ടുക. അത് തൽക്കാലം എന്തായി? എന്റെ ഉത്തരവാദിത്വം തീർന്നു. ഒരു പൊരക്കാരൻ ഓന്റെ അടുത്തുനിന്ന് അത് അങ്ങോട്ട് ഒഴിവാക്കുക. ടൗണിലൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്ന നിങ്ങൾ? രാവിലെ കുട്ടികൾ മദ്രസയിലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ 2 കിറ്റ്, ഒന്ന് ഓല ബാഗും ബാത്റൂം ചോറും ഒക്കെ ഒന്നില്, മറ്റേലെന്താ പൊരയിലെ വേസ്റ്റുകൾ ഇതാ റോട്ടുമ്മലിട്ടാളുണ്ട്. അങ്ങനെ രാവിലെ ഞായറാഴ്ചയും കൂടിയാണെങ്കിൽ ഒരു ടൗണിലൂടെ നടന്നു പോകാൻ വയ്യ. കാരണം ഈ മാലിന്യങ്ങൾ കിടന്ന് ഇങ്ങനെ നാറ്റമുണ്ടാക്കുക. എങ്ങനെയാണ് നമ്മളിടയിൽ ചിക്കുൻകുനിയ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പല രോഗങ്ങളും പടർച്ച വ്യാധികളും വർദ്ധിക്കാതിരിക്കുക? ഇത് വർദ്ധിക്കാനുള്ള കാരണം ശുചിത്വ ബോധമില്ലായ്മയാണ്. അവിടെ മനുഷ്യൻ പാഠം ഉൾക്കൊള്ളണം. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ വേറെ ഒരു ജീവിയെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടത്. നമ്മളൊക്കെ ആദരവോടെ കാക്ക എന്ന് വിളിക്കുന്ന ജീവിയാണ്. ആ കാക്കക്ക് വലിയ ഉപൻ വെറുതെ അല്ല അതിനെ കാക്കാന്ന് വിളിച്ചത്. ഈ കാക്ക നമുക്ക് ഒരുപാട് പാഠം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാലിന്യങ്ങളെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്ന ആദ്യ പാഠം മനുഷ്യന് തന്നത് കാക്കയാണ്. ഒരുപാട് അത്ഭുതം കാണിച്ച ജീവിയാണത്. സാധാരണഗതിയിൽ അതിനെ ചുറ്റുമുറുന്നു കാക്കകളുടെ ഒരു നാട്ടിലുള്ള സാന്നിധ്യം അവിടത്തെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടായിരിക്കും അത്രേ. അവിടെ എത്ര ആൾക്കാരുണ്ടോ അവർക്കൊക്കെ ആവശ്യമുള്ളത്ര കാക്ക പരിസരത്തുണ്ടാവുന്ന. കാരണം അവർക്ക് ചില ഡ്യൂട്ടി അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരെ ഡ്യൂട്ടി വളരെ നേരത്തെ ഇവരെഴുന്നേൽക്കും,
സുബഹിയായാൽ നമ്മൾ ആദ്യം കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദം കാക്കയുടേതാണ്. എങ്ങോട്ടാണ് ഈ കാക്കമാരൊക്കെ നേരത്തെ എഴുന്നേറ്റ് പോകുന്നതെന്നറിയുമോ? പക്ഷിശാസ്ത്രജ്ഞർ പറയുന്നു, കാക്ക എന്ന് പറഞ്ഞ പക്ഷി അത് ശമ്പളം വാങ്ങാത്ത മുനിസിപ്പൽ ജീവനക്കാരനാണ്. ഡ്യൂട്ടിക്ക് പോകുകയാണ് അവർ ടൗണിലേക്ക്, റോട്ടിലേക്ക്. എന്താണ് അവരുടെ ഡ്യൂട്ടി? രാത്രിയിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പം കുടുങ്ങിയ പെരിച്ചായി, പൂച്ച, പട്ടി ഇതൊക്കെ റോട്ടിൽ ഇങ്ങനെ അരഞ്ഞു കിടക്കുകയാണ്. മുനിസിപ്പൽ ജീവനക്കാർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ജീവികൾ വന്നിട്ട് ഇതൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നു, അകത്താക്കുന്നു. ഇതുകൊണ്ടാണ് ഇവർ ശമ്പളം വാങ്ങാത്ത മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാരാണെന്ന് പറഞ്ഞത്. ഇതിന്റെ ഒക്കെ പുറമെ ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടത്തെ മക്കളായ ഹാബീലും കാബീലും, കാബീലിന്റെ ദുഷ്ടത തന്റെ സഹോദരൻ ഹാബീലിന്റെ കൊലപാതകത്തിൽ ആണ് അവസാനിച്ചത്. എന്നാൽ ഇതിനു മുമ്പൊരു മനുഷ്യൻ മരിച്ച് എങ്ങനെയാണ് ഇത് സംസ്കരിക്കേണ്ടത് എന്ന അറിവ് അന്ന് ആർക്കും മാതൃകയായി ഇവിടെയില്ല. അനുജന്റെ അല്ലെങ്കിൽ തന്റെ സഹോദരന്റെ ചലനമറ്റ ശരീരവും വേറിയതാ. കുറെ ദിവസം കാബീൽ നടന്നു, എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞു, അല്ലാഹു ഒരു കാക്കയെ നിയോഗിച്ചു. ആ കാക്ക കാബീലിന്റെ മുമ്പിലതാ ചത്ത് കിടക്കുന്ന മറ്റൊരു കാക്കയെ കാണിച്ച് അവിടെ കാലുകൊണ്ട് കുഴി തോണ്ടുന്നു. എന്നിട്ട് അതിനെ പിടിച്ചു വലിച്ച് ആ കുഴിയിൽ കൊണ്ടിടുന്നു. അതിന്റെ മേലെ മണ്ണിട്ട് മൂടുന്നു. ഉടനെ തന്നെ കാബീല് പറയുന്നു, ഈ കാക്കയുടെ വിവേകമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദിവസം എന്റെ സഹോദരന്റെ ഈ ശരീരവും പേറി ഞാൻ നടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് വിലപിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങളെ സംസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? ഭൂമിയുടെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് വേണം സംസ്കരിക്കാനെന്ന് ലോകത്ത് ആദ്യമായി മനുഷ്യനെ പഠിപ്പിച്ചത് കാക്കയാണ്. ആ കാക്കയുടെ വിവേകം പോലും ആധുനിക മനുഷ്യർ പ്രദർശിപ്പിക്കാത്തതാണ് മാലിന്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം. അതുകൊണ്ട് എല്ലാ വീടുകളിലും മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതി തയ്യാറാക്കണം. അത് വേർതിരിക്കണം. ചില മാലിന്യങ്ങൾ ഇന്ന് നമ്മളെ പറമ്പുകളിൽ മുഴുവനുള്ളത് എന്താ? കൈക്കോട്ടെടുത്ത് കൊത്തിയാട്ട് പറ്റൂല, ഇങ്ങോട്ട് തീർച്ചയാ. ഒന്നുകിൽ നമ്മൾ ഈ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ ഉണ്ടാവും, എല്ലായിടത്തും കൊത്തിയാൽ അത് നേരെ തെറിച്ച് കാൽമിൽക്കാ കൈക്കോട്ട് വരും. അല്ലെങ്കിൽ അടിയിൽ ഉറല്ലാത്തൊരു ഒരു 5 അടി സ്ഥലം നിങ്ങൾ കൊത്തി നോക്കിയോ, എന്തെങ്കിലും ഒരു കവറ് കുടുങ്ങാത്തത് ഉണ്ടാവില്ല. ഇതുകൊണ്ട് എന്താ വരാൻ പോകുന്ന നിങ്ങൾ ഭൂമിന്റെ അടിയിൽ ഒരേറ്റ് വെള്ളം ഇറങ്ങൂല. നമ്മൾ ജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾക്ക് മഴ വർഷിപ്പിച്ചു തരുമാറാകട്ടെ. എന്താ വരാൻ പോകുന്നു പറയാൻ കഴിയില്ല. മഴ പെയ്യേണ്ട കാലങ്ങളൊക്കെ കഴിഞ്ഞു, മഴ പെയ്തിട്ടില്ല. ഇപ്പം തന്നെ എല്ലാരും കിണറിന്റെ അടിയിലാണ് വെള്ളം. ആ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഒരൊറ്റ പറമ്പിലും വെള്ളം താഴുന്നില്ല. അവിടെ മുഴുവനും നമ്മൾ പ്ലാസ്റ്റിക്കാണ്, പ്ലാസ്റ്റിക് കുപ്പികൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെ വെള്ളമിറങ്ങും? ഇതിന്റെ പുറമെ വീടിന് ആകെ 10 സെന്റ് സ്ഥലം, അതിൽ 7 സെന്റിലും പോരാ, ബാക്കി 3 സെന്റ് മുഴുവനും കട്ട വിരിച്ചിരിക്കുന്നു. പറമ്പത്തെയും വെള്ളം താഴേണ്ടതില്ല. നമ്മളെല്ലാരും തീരുമാനിച്ചത്, എല്ലാരും വീട്ടിന്റെ ചുറ്റുഭാഗം കട്ട വിരിച്ച് വെള്ളം ഇറങ്ങാത്ത യാതിയാണ് അധികവും വിരിച്ചത്. 2 യാതി വെള്ളം ഇറങ്ങാത്താണോ? എന്നാ റെഡിയാ, കിണറിൽ വെള്ളം ഉണ്ടാവില്ല. പിന്നെ മറ്റോന്റെ പറമ്പിൽ പെയ്തിട്ട് എങ്ങനെയും കിട്ടിയെങ്കിലായി. നമ്മളെ പറമ്പ് പെയ്ത വെള്ളം നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ നമ്മൾക്ക് ബോധം വരണം. വീട്ടിലേക്ക് എത്ര കവറാ ഒരു ദിവസം നമ്മൾ കൊണ്ടുവരുന്നത്? മീനിന്റെ കവറ്, പാലിന്റെ കവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് കവറുകളുടെ ഒരു പ്രളയം. ഒരു കവറൂടിയും തന്നൂടെ? ചില ചോദിക്കാൻ പേടിയെന്ന്. ഇത് വലിയ മുന്തിയ സാധനം, ഓരോന്നിനും പ്രത്യേക കവറൊന്നും വാങ്ങണ്ട, പരമാവധി കുറച്ചു കൊണ്ടുപോകാം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉമ്മമാര് മീൻ ചട്ടിയിൽ കെട്ടിട്ട് കവർ ഇങ്ങനെ ആയിട്ട് എറിയരുത്, അതൊരു സ്ഥലത്ത് എടുത്തു വെക്കുക. ഇപ്പൊ പഞ്ചായത്തിന്റെ ആൾക്കാരൊക്കെ കവർ കൊണ്ടുപോയിട്ട് നശിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒരുത്തിയിൽ കൂട്ടി വെച്ചിട്ട് അതിന്റെ പുകയും ഇതൊന്നും നമ്മൾക്ക് ശല്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ചോ മറ്റോ അതിനെ നശിപ്പിക്കണം. അല്ലാതെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആ പറമ്പിൽ തീരെ ഒരു കാർഷിക വിളകളും ഉണ്ടാവില്ല. അവിടുത്തെ വളക്കൂർ നഷ്ടപ്പെട്ടു പോകും, കിണറിൽ വെള്ളം ഉണ്ടാവില്ല. ഈ അപകടങ്ങളൊക്കെ നമുക്ക് വരും. അതുകൊണ്ട് സൂക്ഷിക്കണം.
പിന്നെ മറ്റ് മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങളെ നമ്മളൊരു മാലിന്യ പ്ലാന്റ് വേണ്ട ചെറിയൊരു കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കി, എന്നിട്ട് വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങളൊക്കെ ആ കുഴിയിൽ കൊണ്ടിടും. അതെങ്ങനെ കുഴിക്കണം എന്ന് വെച്ചാൽ നന്നായി കുഴിച്ചിട്ട് കല്ലുകൊണ്ട് കെട്ടി ചെറിയ ഒരു സ്ലേബ് ഇട്ട് മൂടാം. ആ സ്ലേബ് നമുക്ക് എടുത്തു വെക്കാനും നീക്കി വെക്കാനും ഒക്കെ കഴിയും. അതിൽ കൊണ്ടിടുക ഈ മാലിന്യം. ആ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഒന്നാം തരം ജൈവവളമുണ്ടാക്കി നമ്മളെ പൊരയിൽ നട്ടുപിടിപ്പിക്കുന്ന പൂള, ചേന, ചേമ്പ് ഇതിനൊക്കെ ഈ വളം കൊടുത്താൽ നല്ല കായുണ്ടാവും. നമ്മൾ ഈ ഇംഗ്ലീഷ് വളം കൊണ്ടിട്ടിട്ട് പ്രകൃതിദത്തമായ ജീവികളെയും അണുക്കളെയും ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആഹാരം കിട്ടില്ല. ഇപ്പൊ നമ്മളൊക്കെ പണ്ടൊക്കെ നോക്കി നമ്മൾ പറമ്പിൽ മൂത്രമൊഴിച്ചാൽ ഓരോരുത്തർക്കും നീച്ചി പായണുണ്ടില്ലേ നിങ്ങൾ? മണ്ണിര പോലത്തെ സാധനങ്ങളൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പോയിട്ടുണ്ടായിനി പണ്ട്. അന്ന് നമ്മൾ ചൂണ്ടലിടാൻ പോകാൻ ഇത് കിട്ടണമെങ്കിൽ അവിടെ പോയി മൂത്രമൊഴിച്ചാൽ മതി, അവരിങ്ങനെ പുറത്തു വരും. അപ്പൊ അതിനെ പിടിച്ചിട്ട് ഇര കോത്തിട്ട് ആ കുട്ടിക്കാരുണ്ട്. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ? ഇതെന്താ സാധനം? നിങ്ങൾ ഭൂമി കന്നൂട്ടുന്ന സാധനമാണത്. അതിങ്ങനെ തുരന്നാട്ട് ഇറങ്ങിപ്പോയി ഭൂമിന്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ഇറങ്ങി നല്ല വളം കിട്ടുന്ന സാധനമായിരുന്നു. ഈ ഇംഗ്ലീഷ് വളം ഉപയോഗിച്ചതോടുകൂടി അങ്ങനത്തെ പ്രകൃതിപരമായ എല്ലാ ജീവികളും ചത്തുപോയി. നമ്മളെ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബോധം നമുക്ക് വരണം. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പരിസര ശുചീകരണത്തിന് നല്ല ശ്രദ്ധ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ പരിസരങ്ങളിൽ മുതിർന്ന് പറയുന്ന നമ്മുടെ മുഖ്യ ശത്രു, എല്ലാവരും ശത്രുവായി പ്രഖ്യാപിച്ച സാധനമാണ് കൊതു. ചിക്കുൻഗുനിയ പരത്തുന്നത് കൊതുവാണ്. മലമ്പനി അതാണ് പരത്തുന്നത്. ഡെങ്കിപ്പനി പരത്തുന്നതും കൊതുകാണ്. ഈ 3 പനികളും നേരത്തെ കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിൽ കലാശിക്കുന്ന മാരക രോഗങ്ങളാണ്. ഇന്നും നോക്കൂ നിങ്ങൾ, വീട്ടിൽ മഗ്‌രിബായാൽ റോക്കറ്റ് വരുന്ന മാതിരി വരികയാണ്. എവിടുന്നാത് വരുന്നത്? ഒരു വിവരമില്ല. അവിടെ ശുചീകരിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ ഓർക്കണം. ഒന്നാമതായി ഈ കൊതുക് മുട്ടയിട്ട് വളരുന്നത് വെള്ളത്തിലാണ്. നമ്മൾ അറിയണം, വെള്ളത്തിലാണ് പ്രധാനമായും മുട്ടയിട്ട് വളരുന്നത്. അങ്ങനെയുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ വീടിന്റെ പരിസരത്തുണ്ടോ എന്ന് പരിശോധിക്കണം. ചിലപ്പം ഉപയോഗിക്കാത്ത ക്ലോസറ്റുകൾ ഉണ്ടാവും. പഴയൊരു കക്കൂസ് ഉണ്ട് അപ്പുറത്ത്, അതിപ്പോ ആരും ഉപയോഗിക്കുകയില്ല. എന്നാൽ ആ ക്ലോസറ്റിലുള്ള വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ടുകൊണ്ട് പെരുകി അവര് രാത്രിയാവുമ്പോ നമ്മൾ കാണൂല, ഇവരിങ്ങനെ വന്നിറങ്ങും. കുട്ടികളൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യും. അപ്പോ ഇടക്കിടക്ക് എന്ത് വേണം? ഉപയോഗിക്കാത്ത പുറത്തുള്ള കക്കൂസുകളിലൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് അതിനെ ഫ്ലഷ് ചെയ്യും. ഇതിന്റെ കൂടെ നമ്മളെ വീട്ടിന്റെ അകത്തും നമ്മൾ കൊതുകിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അറിയാതെ. അതെവിടെ അറിയങ്ങള്? ആ സ്റ്റോർ റൂമിൽ വെച്ച ഒരു ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജിന്റെ അടിഭാഗത്ത് ഉൾവശം അതിലേക്കാണല്ലോ നമ്മൾ ഫ്രിഡ്ജ് ഓഫാക്കുന്ന സമയത്ത് തണുക്കുമ്പോൾ അവിടെ കട്ട പിടിച്ചിരുന്ന ആ ഐസും കട്ടകളൊക്കെ ഉരുകി ഒലിച്ചിട്ട് അതിലാ ചെന്ന് നിൽക്കുക. അവിടെ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഈ വെള്ളം ഒരു 2-3 ദിവസം കൂടുമ്പം എടുത്തു ഒഴിവാക്കുന്നില്ലെങ്കിൽ നമ്മളറിയില്ല, ഫ്രിഡ്ജിന്റെ ബാക്കിൽ വന്നിട്ട് കൊതുക് മുട്ടയിട്ട് പെരുകും. രാത്രിയായ നമ്മളെ റൂമിൽ നമ്മൾ വാതിലൊക്കെ അടച്ചിട്ടും ഇവരകത്തുണ്ടാവും. ഇത് ഇവിടുന്ന് വരികയാണ്. അതെടുത്ത് ഉപേക്ഷിക്കണം ഇടക്കിടക്ക്. ഇതുപോലെ നമ്മുടെ വീട്ടിന്റെ മുൻഭാഗങ്ങളിൽ പൂച്ചട്ടികൾ ഉണ്ടാകും പലപ്പോഴും. ആ പൂച്ചട്ടികളിലുള്ള വെള്ളം അതിങ്ങനെ കെട്ടി നിന്നാൽ അവിടെയും കൊതുക് മുട്ടയിട്ട് പെരുകും. ശ്രദ്ധിക്കണം. വർഷാലത്ത് ടെറസിന് മുകളിൽ, വീടിന് മുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. വ്യാപകമായി കൊതു വളരും. ഇതുപോലെ നമ്മുടെ പറമ്പിൽ പാളകൾ വെള്ളം കെട്ടി നിൽക്കുന്നത്, അതുപോലെ ടയറുകൾ, ചിരട്ടകൾ, കുപ്പികൾ, പാത്രങ്ങൾ, ഇതിലൊക്കെ കൊതുക് മുട്ട് വളരും. ഇതും വേണ്ട. പൊന്തക്കാടുകളിലെ ഇലകളിൽ അല്പം വെള്ളം കെട്ടി നിന്നാൽ അവിടെ പോലും കൊതുക് മുട്ടയിടുകയും മക്കളുണ്ടാകുകയും ചെയ്യും. പരിസരത്തുള്ള ഇങ്ങനെയുള്ള കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് വെള്ളക്കുണ്ടുകളൊക്കെ നശിച്ച് ഈ തരത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളെ പരിസരങ്ങളിൽ കൊതുക് വർദ്ധിക്കും. കൊതുക് വർദ്ധിച്ചാൽ രോഗം പെരുകും. സൂക്ഷിക്കണം. ഇതേ രീതിയിൽ മൃഗങ്ങളിലൂടെ
ഇഴജന്തുക്കളിലൂടെയൊക്കെ പരക്കുന്ന ജന്തുജന്യ രോഗങ്ങളുണ്ട്. അതിൽ മാരകമായതാണ് എലിപ്പനി. പ്രധാനമായും എലിയുടെ മൂത്രം, എലിയുടെ കാഷ്ടം, ഇതിലൂടെയൊക്കെയാണ് ഈ രോഗം പകരുക. ഈ രോഗം പൂച്ചകളിലൂടെ പകരും. പൂച്ച എലിയെ വല്ലാതെ പിടിച്ചു നിന്ന സാധനമാണ്. അത് നമ്മളെ പാത്രത്തിൽ വന്ന് വെള്ളം കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ അണുക്കൾ നമ്മളിലേക്ക് പകരും. ഇതുപോലെ എലി മൂത്രമൊഴിച്ച പുല്ല് തിന്ന നമ്മുടെ പശു, ആ പശു വെള്ളം കുടിച്ച പാത്രത്തിലൂടെ മനുഷ്യരിലേക്ക് ഇതിന്റെ രോഗം പടരും. ഇതേ രീതിയിൽ കാർഷിക നിലങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നവർ കാലിന് ബൂട്ട്സ് ധരിക്കുകയും കൈക്ക് ഉറ ധരിക്കുകയും ചെയ്യാതെയാണെങ്കിൽ കാലിലോ കയ്യിലോ മുറിവുണ്ടായാൽ അവിടെ എലി മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളെ മുറിവിലേക്ക് അണുക്കൾ ബാധിച്ച് അറിയാതെ എലിപ്പനിക്ക് നിങ്ങൾ വിധേയപ്പെട്ടു പോകും. അതിനാൽ ഈ മാരകമായ രോഗം പടരാതിരിക്കാൻ പ്രധാനമായും ചെയ്യേണ്ട ഒന്ന് എലിയെ നശിപ്പിക്കൽ തന്നെയാണ്. അള്ളാന്റെ ഹബീബ് കൊച്ചു തമ്മാടി എന്ന് വിശേഷിപ്പിച്ച ജീവിയാണ് എലി. അതിനെ നമുക്ക് കൊല്ലാം, കൊന്നു നശിപ്പിക്കാം. അതോടൊപ്പം അവർക്ക് താവളമാക്കാൻ പറ്റിയ സാഹചര്യം വീടിന്റെ പരിസരത്ത് ഇല്ലാതെയാക്കുക. അത് പെരുകുന്നത് ഒഴിവാക്കാൻ വീട്ടിന്റെ ഉള്ളിൽ പണ്ടത്തെ മാതിരിയില്ല. പണ്ടൊക്കെ ഈ ഓടിട്ട പുരയും ഓല പുരയൊക്കെ ആയതുകൊണ്ട് ഇവരെ വിളയാട്ടാണ് രാത്രിയായത്. ഇപ്പൊ അത് വളരെ കുറവുണ്ട്. ഇനി പരിസരവും കൂടി അവർക്ക് തങ്ങാനുള്ള സൗകര്യമില്ല. ശുചിത്വബോധമാണ്, വൃത്തിയാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ അധിക രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ഒരു പ്രത്യേക ജീവിത രീതിയാണ് നമുക്ക് ക്രമീകരിച്ചു തന്നത്. ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്നത് രോഗം പടപിടിക്കുന്ന രോഗം, പകർച്ചവ്യാധി ഒരിക്കൽ അവിടുന്ന് ഒരു യാത്ര സമയത്ത് എന്ന പ്രദേശത്തെത്തിയപ്പോൾ ഷാമിലേക്കുള്ള യാത്രയാണ്. മഹാനവറുകൾ സയ്യിദുന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ള പട്ടാളക്കാരെയും അവിടെ വെച്ച് കണ്ടു. ഇസ്ലാമിക രാജ്യത്തിന്റെ കാവൽക്കാരായി പോയവരാണ് അവര്. മഹാനവറുകളോട് പറഞ്ഞു, അതെ, ഷാമിൽ ദമസ്കസിൽ വബായി രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്, പ്ലേഗ് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്ന വിവരം പറഞ്ഞപ്പോൾ ഫഖ്തലഫു, അവരെല്ലാവരും ഇനി ഷാമിലേക്ക് പോകണോ പോകണ്ടേ അഭിപ്രായ വ്യത്യാസത്തിലായി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് ഉദ്ഉലിൽ മുഹാജിരീനൽ അവ്വലീൻ, ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് വന്ന മുഹാജിറുകളും അൻസാറുകളും ഒക്കെ ഉണ്ടല്ലോ, അവരെ ഒന്ന് വിളിച്ച് ചോദിക്കണം ഈ വിഷയ സംബന്ധിയായി അള്ളാന്റെ റസൂല് പറഞ്ഞ വല്ല വിവരവുമുണ്ടോ. അങ്ങനെ അതാ അവരോടൊക്കെ ചോദിച്ചു. മഹാനവറുകൾക്ക് പ്രത്യേക വിവരമൊന്നും കിട്ടിയില്ല. ഉടനെ തങ്ങൾ പറഞ്ഞു, ഇന്നി മുസ്ബിഹുൻ അലാ ദഹരിൻ ഫസ്ബിഹു അലൈഹി, ഞാനിതാ നാളെ നേരം വെളുത്താൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ഷാമിലേക്ക് പോകാതെ തിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളും എന്റെ കൂടെ വരണം. ആ സമയത്ത് അബൂദത്ത് ജർറതങ്ങൾ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ അഫിറാറൻ മിൻ ഖദരില്ലാഹ്, അല്ലാഹുവിന്റെ ഖദർ പേടിച്ചോടുകയാണോ അമീറുൽ മുഅ്മിനീൻ? ഷാമിലേക്ക് പോയാൽ രോഗം ബാധിക്കുമെന്ന് വിചാരിക്കുന്നത് ഖലാഇൽ ഉള്ള വിശ്വാസത്തിന് എതിരല്ലേ? നിങ്ങൾ അള്ളാന്റെ ഖലാ പേടിച്ചോടുകയാണോ? ഉമർ ഖത്താബ് തങ്ങൾ മഹാനായ അബൂബൈദത്ത് തങ്ങളോട് തിരിച്ചു ചോദിച്ചു, ലോ യറുക ഖാല ഹാദാ യാ അബാ ഉബൈദ, നിങ്ങളല്ലാത്ത വേറെ ആരെങ്കിലുമായിരുന്നു ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, നിങ്ങളൊരു വലിയ മഹാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണോ? എന്നിട്ട് മഹാൻ പറഞ്ഞു, നഅം നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്, വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആകാം, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് അള്ളാന്റെ ഖദറിലേക്ക് ഓടുകയാണ്. നമ്മൾ എവിടെ പോയാലും അള്ളാന്റെ ഖദറാണ്, അതുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ
മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അവിടെയില്ല. എന്തോ ഒരാവശ്യത്തിന് പുറത്തു പോയതാണ്. മഹാൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ദീ ഫി ഹാദാ ഇൽമാ, ഇവ്വിഷേകമായി മുത്തുനബിയിൽ നിന്ന് കേട്ട ഒരറിവ് എന്റെ കയ്യിലുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ഇദാ കാന ബിഅർളിൻ വഅൻതും ബിഹാ, പച്ചവ്യാധി ഒരു നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ആ നാട്ടിലുമാണെങ്കിൽ ഫലാ തഖ്റുജൂ ഫിറാറൻ മിൻഹു, നിങ്ങൾ ഒരിക്കലും അതിനെ പേടിച്ച് ആ നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടതില്ല. വഇദാ സമിഅതും ബിഹി ബിഅർളിൻ, എന്നാൽ ഈ രോഗം ഒരു നാട്ടിലുള്ളതായി നിങ്ങൾ കേട്ടാലോ ഫലാ തഖ്ദമു അലൈഹി, ആ നാട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർ ഖത്താബ് തങ്ങളെ നിലപാട് ശരിവെക്കുകയാണ് ആ ഹദീസ്. അതുകൊണ്ട് പകർച്ചവ്യാധി എന്നത് ഉണ്ടാകും. അത് എല്ലാവർക്കും പിടിപെട്ടോളണമെന്നില്ല. അള്ളാഹ് വിചാരിച്ചവർക്കൊക്കെ അതേ സമയത്ത് ഒരു നാട്ടിൽ ഉണ്ടായാൽ ഇവിടെയൊക്കെ രോഗമാണെന്ന് പറഞ്ഞ് നമ്മൾ വേഗം ഗൾഫിലേക്ക് കടക്കുകയും ചെയ്യരുത്. അള്ളാഹ് വിചാരിച്ച എവിടെ പോയാലും ഉണ്ടാവും. ഉള്ളോടത്ത് നിന്ന് ചാടുകയും. പക്ഷേ പകർച്ചവ്യാധി അത് പടർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് എന്താണെന്നാ ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഇതിൽ മനുഷ്യന്റെ കൈകൾക്കാണ് വലിയ പങ്ക്. ഈ രോഗം പടർത്തുന്നതിൽ കൈയാണ് വലിയ പങ്ക് വഹിക്കുന്നത്. ജലദോഷം പോലുള്ള രോഗം പോലും പടർത്തുന്ന 100 കണക്കിന് തരം അണുക്കളുണ്ട് അത്ര. ഇതൊക്കെ മനുഷ്യൻ കൈകളിലൂടെയാണ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്നത്. അതിന്റെ കാരണം എന്താ? മനുഷ്യ ശരീരത്തിൽ ഇത്ര കർമ്മനിരതമായി പ്രവർത്തിക്കുന്ന ഒരവയവം വേറല്ല. പ്രസംഗിക്കാണെങ്കിലും ഇയാൾ ഇങ്ങനെ കളിക്കും, ബാക്കിയുള്ളവർക്ക് അടങ്ങിക്കല്, കൈ ഇങ്ങനെ തുള്ളിക്കളിക്കൽ. ഉമ്മ ഫോൺ ചെയ്യണിട്ടില്ല, ഗൾഫിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്ക, എത്ര വലിയ ഒന്ന് വാങ്ങിക്കോ, കൈ അടങ്ങി നിൽക്കൂല. ഇതുപോലെ കണ്ടിട്ടല്ല, പക്ഷെ കൈ ഇങ്ങനെ കളിക്കും. രാത്രി ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറക്കേക്കും, എന്നാ തലയെ പേൻ കടിച്ചാൽ കൈ ഇങ്ങളവിടെ ഉറങ്ങി ഞാനേറ്റു, മൂപ്പര് പോയിട്ടാ മാന്ത. വേറെ എവിടെങ്കിലും ചൊറിഞ്ഞാൽ നമ്മൾ ഉണരണ്ട, കൈ കൈകാര്യം ചെയ്തോളൂ. ഈ കൈ കൊണ്ടാണ് നമ്മൾ ആളുകൾക്ക് മുസാഫഹത്ത് നൽകുന്നത്. ഈ കൈ കൊണ്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സാധനം എടുക്കുന്നത്, കൊടുക്കുന്നത്, വാങ്ങുന്നത്. ഇങ്ങനെ സർവ പ്രവർത്തനവും നടത്തുന്നത് 2 കൈകളെ കൊണ്ടാണ്. ഈ കൈകളിലാണ് ഏറ്റവും അധികം മാലിന്യങ്ങളും അണുക്കളും കയറിപ്പിടിക്കുന്നത്. ഇത് മറ്റൊരാൾക്ക് ഹസ്തദാനം നൽകുന്നതിലൂടെ, മൂക്ക് പിടിച്ച കൈകൊണ്ട് ബസിന്റെ പിൻ സീറ്റ് പിടിക്കുന്നതോടെ നമ്മൾ അണുക്കൾ അവിടെയായി. ഇനി അടുത്ത ആള് കയറി അവിടെ പിടിച്ചാൽ അയാളെ കയ്യിലായി. വീടിന്റെ ഡോറ് പിടിച്ചാൽ അവിടെയായി, പിന്നെ പിടിച്ചവന്റെ കയ്യിലായി. ഫ്രിഡ്ജിന്റെ ഡോറ് തുറന്നാൽ അവിടെയായി, അടുത്തവന്റെ കയ്യിലായി. എത്ര പെട്ടെന്നാണ് സാംക്രമിക രോഗങ്ങൾ ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് പടർന്നു പന്തലിച്ചു പോകുന്നതെന്നറിയുമോ? ലോകാരോഗ്യ സംഘടനയുടെ ഒരു നിർദ്ദേശമുണ്ട്, സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് കുറക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മനുഷ്യൻ ഇടക്കിടക്ക് അവന്റെ കൈകൾ കഴുകുക. ഇതാണ് അതിന്റെ പരിഹാരം എന്ന് നിർദ്ദേശിക്കുന്നു. ഇനി നിങ്ങൾ ഇസ്ലാമിക ജീവിതത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്താണ് ഇസ്ലാം മതം പഠിപ്പിച്ചത്? നിസ്കാരം എന്ന ഫർളായ ചുരുങ്ങിയത് ഒരു ദിവസം മുസ്ലിമായ മനുഷ്യൻ എത്ര തവണയാണ് അവന്റെ മുൻകൈ കഴുകുന്നത്? ഒരു ഒളൂല് മാത്രം 6 വട്ടം കഴുകണം, അല്ലേ? 6 വട്ടം മുൻകൈ. സുന്നത്തായി 3, പിന്നെ ഫർള് വരുമ്പോൾ കഴിഞ്ഞിട്ട് മതിയോ? അതുകൂടണ്ട ഫർളിലും. അപ്പൊ ഫർളും സുന്നത്തും കൂടി 5 വട്ടം നമ്മൾ കഴിയാൽ എത്രയായി? ഒരു തവണ തന്നെ 6 വട്ടമായി ഒരു ഒളൂല്. അപ്പോൾ 5×6 30. സുബ്ഹാനല്ലാഹ്. 5 നേരത്തെ നിസ്കാരത്തിന്റെ പേരിൽ മാത്രം മുസ്ലിമീങ്ങൾ അവരെ കൈകളിതാ ഒരു ദിവസം 30 തവണ കഴുകുന്നു. ലോകാരോഗ്യ സംഘടന പറയട്ടെ, ഇസ്ലാമിക ജീവിതം ആരോഗ്യബോധത്തോടെയുള്ള ജീവിതമല്ലേ? എന്താണ് പറയാനുള്ളത്? ഇവിടെ തീരുന്നുണ്ടോ? മുന്നിന്റെ കീഴിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയാൽ നേരം വെളുത്താൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? നേരം വെളുത്താൽ ആദ്യം ചെയ്യേണ്ടത് വായ കഴുകാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലല്ല.
വായ കഴുകാതെ കൈ കഴുകാതെ ബ്രഷ് എടുത്തു പല്ല് തേക്കലല്ല. ആദ്യം നിങ്ങൾ കഴുകേണ്ടത് 3 തവണ നിങ്ങളെ മുൻകൈയാണ്. തിരുനബി പറയുന്നു അത് കഴുകാതെ നിങ്ങളൊരു പാത്രത്തിൽ തൊടരുത്, വെള്ളത്തിൽ കൈരുത്, എടുത്തു പല്ല് തേക്കരുത്. കാരണം ഫഇന്നകലാതദിരി ഐനബാത്തതിയദാ, നിന്റെ കൈകൾ നീ ഉറങ്ങുമ്പോൾ എവിടെയായിരുന്നു എന്ന് നിനക്കറിയില്ല. അത് മേഞ്ഞു നടന്നത് പല സ്ഥലങ്ങളിലാണ്. അതിന്റെ നഖങ്ങളിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് പലതരത്തിലുള്ള അണുക്കളാണ്. ഈ കൈ കഴുകാതെ കൈകൊണ്ട് ബ്രഷ് തേച്ചാൽ, പല്ല് തേച്ചാൽ അണുക്കൾ ശരീരത്തിലേക്ക് കയറും. ആ കൈ കഴുകാതെ പത്തിരിയുടെ മാവ് കുഴച്ചാൽ അത് രോഗാണുക്കളെ പടർത്തലാകും. അതുകൊണ്ട് ആരോഗ്യബോധമുള്ള മതത്തിന്റെ നിയമമാണ്, ഉമ്മമാരെ, ചെറിയ മക്കളെപ്പോലും രാവിലെ എഴുന്നേറ്റാൽ ബ്രഷ് കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് 2 കൈകളും വൃത്തിയാക്കി കഴുകിയതിന് ശേഷമേ പല്ല് തേക്കാനുള്ള ബ്രഷ് കൊടുക്കാവൂ. ഇങ്ങനെ അതാ ഉറങ്ങി എഴുന്നേറ്റാൽ കഴുകണം, ഭക്ഷണത്തിന് മുമ്പും ശേഷവും വേണം. ഇങ്ങനെ എത്ര തവണയാണ് ഒരു ദിവസം മുൻകൈ കഴുകാൻ മതം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ ആരോഗ്യ ചിന്തകളുടെ ഭാഗമാണിത്. ഇവിടെയും തീരുന്നില്ല. മനുഷ്യന്റെ ആരോഗ്യബോധം നിലനിർത്തുന്നതിന്റെ ഭാഗമായി അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ലൗലാ അന്നശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാ. ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ നിർബന്ധിക്കുന്നില്ല. സുന്നത്താണ്. 5 നേരത്തെ നിസ്കാരത്തിന്റെ സമയത്തും നിങ്ങൾ പല്ലു തേക്കണേ. ഇതുകൊണ്ടും അവസാനിച്ചില്ല. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിർബന്ധ ബുദ്ധിയാ എല്ലാവരും പല്ലു തേക്കണം. ഉമ്മയും ബാപ്പയും ബ്രഷ് എടുത്തു പല്ല് തേക്കുന്നത് മക്കള് കാണട്ടെ, ശീലക്കട്ടെ. പല്ല് തേക്കാതെ മക്കളെ കിടന്നുറങ്ങാൻ സമ്മതിക്കരുത്. ഈ കുട്ടികളോട് നിങ്ങൾ ചെയ്യുന്ന ഒരു അക്രമമായിരിക്കും. അവരെ ആരോഗ്യത്തെ സംബന്ധിച്ച് അവർക്കല്ല ബോധം വേണ്ടത്, നിങ്ങൾക്കാണ്. അവർക്കത്രേ ബോധം ഉണ്ടാവും. ഇവർ തിന്നുന്നെന്താ, നമ്മൾ തിന്ന മാതിരി അല്ല, മിഠായിയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ എല്ലാം തിന്നും, കടലയും മറ്റൊക്കെ മറിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് തിന്നിട്ട് അങ്ങനെ തന്നെ കടന്നുറങ്ങിയാൽ നിങ്ങൾക്കറിയാം, ഈ പല്ലിന്റെ ഇടയിൽ മീന്റെ കണ്ണ്, വറ്റ്, മറ്റത് മറിച്ച് ഇതൊക്കെ പോയി കുടുങ്ങിയെടുക്കുകയാണ്. രാത്രി വായിൽ ഈ ജലഗതാഗതം ഉണ്ടാവില്ല, ഉമിനീരിന്റെ ഗതാഗതം ഉണ്ടാവില്ല, കെട്ടിയും കാച്ചി. ഉറങ്ങാൻ കിടന്നാൽ പിന്നെ നമ്മൾ ഉമിനീർ ഇറക്കൂലല്ലോ. അതുകൊണ്ടാണ് ഉറങ്ങാൻ നേരത്തെ നമുക്ക് ഉറങ്ങുമ്പോൾ ദഹനം കുറയും. ഉണർവിലുള്ള അത്ര ദഹനം ഉറക്കത്ത് കിട്ടൂല. അതുകൊണ്ടാ രാത്രിയിലെ ഭക്ഷണം കഴിച്ച് അങ്ങനെ തന്നെ ഉറങ്ങരുത് എന്ന് പറയും. രാത്രി ഭക്ഷണം കഴിച്ച് അങ്ങനെ തന്നെ ഉറങ്ങിയാൽ ഉമിനീരിന്റെ കൂടി സഹായത്തോടെയാണ് നന്നായി ദഹനം നടക്കുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഉറങ്ങിയാൽ പിന്നെ ഇങ്ങനെ കുടിനീരിറക്കൂല. അതുകൊണ്ട് അതിങ്ങനെ പള്ളയിൽ പാമ്പ് ചേർന്ന മുണിയായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങും. അപ്പൊ ഈ ഭക്ഷണം നമ്മളെ വായിൽ നിന്ന് അവിടെയുള്ള ഉമിനീര് അവിടെ തന്നെ കെട്ടി നിന്ന് ഇത് തമ്മിൽ പ്രവർത്തിച്ച് അണുബാധ ഉണ്ടായി, ഊനത്തിൽ അണുബാധിച്ച് മുറിവായി പല്ല് കേടുവന്ന് രോഗം വരും. ഇന്ന് നോക്കുങ്ങള്, ഒരു 25-30 വയസ്സായ ആൾക്കാരൊന്നും തൊള്ളയിൽ പല്ലില്ല. എന്താ പല്ലില്ലാത്തത്? അതിന്റെ കാര്യം നമ്മൾ സൂക്ഷിക്കുന്നില്ല. ഇന്ന് മറ്റു മതസ്ഥരൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് അവരൊക്കെ ഇത് വല്ലാതെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മളിപ്പോഴും തുടങ്ങുന്നില്ല. വീട്ടിൽ കുട്ടികൾ ആരും പല്ലേക്കാതെ രാത്രി കടന്നുറങ്ങുന്നത്, ആ സിസ്റ്റം നമ്മൾ മാറ്റണം. ഇന്നു മുതൽക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പല്ല് തേച്ചില്ലെങ്കിൽ കുട്ടികളെ, നിങ്ങൾക്ക് 30 വയസ്സാകുമ്പം ഇറച്ചി തിന്നാൻ കഴിയൂല, കടിക്കാൻ കഴിയൂല. ഇപ്പൊക്കെ നിങ്ങൾ കാണുന്ന നല്ല മുടിയും നല്ല പല്ലുമാണ് വയസ്സന്മാർക്കൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ അതൊക്കെ വ്യാജാണ് കേട്ടോ, ഒറിജിനൽ അല്ല. ഒക്കെ വ്യാജന. ചിരിച്ചാൽ ഇങ്ങനെ എന്താ ചെറുപ്പക്കാരന്റെ ചിരിയല്ലേ, ഓള് ചിരിച്ചു നോക്കുമ്പോ. അങ്ങനെ 2 ചങ്ങായിമാരും തമ്മിൽ ഇഷ്ടപ്പെട്ടു, ചിരി കണ്ടിട്ടാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് പുരയിൽ വന്ന് നോക്കുമ്പല്ലേ, ഉറങ്ങാൻ നേരത്തെ എന്നിട്ട് ഇതെടുത്ത് മേശപ്പുറത്ത് നോക്കുമ്പോഴാണ് ഇത് ഡബ്ബർ വന്ന് തൊട്ടിയ പോയിട്ടുള്ള സാധനം തിരിയുന്നത്. അങ്ങനത്തെ വെച്ചാലേ അതിന് ആഹാരം കഴിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടുണ്ടാവും. വെപ്പുമല്ലേ എങ്ങനെ വെച്ചാലും അതിന്റെ പ്രയാസം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ദന്തം നമ്മൾ സംരക്ഷിക്കണം. അതിന് കൃത്യമായി പല്ല് തേക്കണം. രാത്രി ഉറങ്ങുമ്പോഴുള്ള പല്ലേക്കൽ നിർബന്ധമാണ് വിശ്വസിച്ചു. ഇതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേക്കുന്നത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ചുരുങ്ങിയത് ഒരു 3-4 തവണ ഒരു ദിവസം പല്ല് തേച്ചെങ്കിലേ നമ്മളെ പല്ലിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. ഇതിന്റെ കൂടെ പല്ല് തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ?
ഒരമണിക്കൂറൊന്നും പല്ലേക്കല്. ചില ആൾക്കാർ ഒരൊറ്റ തേക്കല, നാപ്പോളിക്കണ മാതിരി ഭയങ്കര കുളി തേച്ച് 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 ഈ പല്ലിന്റെ പുറത്താകെ ചെറിയൊരു എനാമലുള്ളത് ഒരു വെയിന്റ്, അത് വരുതിയാട് പോക്കിയാ പിന്നുള്ളത് ഒരു യാതി ചീടിയാണ്. അത് പുറത്തുണ്ടാ പിന്നെ അതിന് ആരോഗ്യം ഉണ്ടാവില്ല. കൂടുതൽ സമയം തേക്കലല്ല, കൂടുതൽ തവണ തേക്കും. 4-5 പ്രാവശ്യം ഒരു ദിവസം പറ്റും. കുറേശ്ശെ സമയം തേക്കും. ഒരു 4-5 വരതിൽ അതിന്റെ ആവശ്യം ഉണ്ടാവും. വരുതിമേൽ വരുതിയാൽ പല്ലുണ്ടാവൂല, അത് കേടുവരും. പിന്നെ നല്ലോണം വെളുക്കട്ടേച്ച് പോയി മണല് വാരും തേമ്പരും, പല്ലുണ്ടാവൂല. സൂക്ഷിക്കണം. പിന്നെ നമ്മൾ വാങ്ങുന്ന ഈ പശകൾ ഉണ്ടല്ലോ, പേസ്റ്റ് എന്ന് പറഞ്ഞു, അതൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാ നല്ലത്. നമ്മളെ വായന്റെ ശരിയായ സ്വഭാവവും നമ്മളെ നാവിന്റെ രുചി അറിയാനുള്ള കഴിവും ഒക്കെ ക്രമേണ അതുകൊണ്ട് നഷ്ടപ്പെട്ടു. അതൊക്കെ ഉപയോഗിക്കുന്നവർ ഒരു 2-3 ദിവസം കൂടുമ്പോൾ മാത്രം ഒരിക്കലും ഉപയോഗിക്കും. എന്നും അത് ഉപയോഗിക്കുന്ന ശീലമല്ല. നമ്മളെ പഴയ കാലത്തുണ്ടായിരുന്ന ഉമിക്കരി നല്ല സാധനമായാലും കുറച്ച് ഉപ്പും കൂട്ടിയാൽ നല്ലതാണ്. അതുപോലെ ഉളർമാവിന്റെ തണ്ട്, ഇല, ഇതൊക്കെ നല്ലതാണ്. ഇടക്കൊക്കെ അതിനോട് തേച്ച കറകളൊക്കെ അങ്ങോട്ട് പോകും. അങ്ങനെ നല്ല വൃത്തിയായി ഒരു മനുഷ്യന്റെ വ്യക്തിത്വവും ആരോഗ്യവും കുടുംബജീവിതത്തിൽ പോലും വളരെ പ്രാധാന്യം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് നല്ല പല്ലുകൾ, നല്ല വായ. അതുകൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. എത്രത്തോളം ശരീരത്തിലേക്ക് മാലിന്യങ്ങൾ കടന്നു വരാതിരിക്കാൻ ഉടയാടകൾ പോലും ഞെരിയാണിയുടെ മുകളിലേക്ക് കയറ്റി കൊടുക്കണമെന്ന് പഠിപ്പിച്ച ദീനാണ്. ഇങ്ങനെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ ഖവിയ്യ. അല്ലാഹു സ്നേഹിക്കുന്നത് ആരോഗ്യമുള്ള മുഅ്മിനായ മനുഷ്യനെയാണ്. ആരോഗ്യമില്ലാത്ത ഒയന്നവരെ അള്ളാഹ്ക്ക് സ്നേഹമില്ല. അതെന്തുകൊണ്ടോ എന്നതാ, ഓൻ തന്നെ നശിപ്പിച്ചുകൊണ്ടാണ്, അല്ലാത്തതുകൊണ്ട് അള്ളാഹ്ക്ക് ഓർക്കുന്നില്ല. ഓന്റെ ആരോഗ്യം ഓന്റെ അശ്രദ്ധ കൊണ്ട് നശിച്ചു പോയതാ. അതുണ്ടാകരുത്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആരോഗ്യമുള്ള മുഅ്മിനായ മനുഷ്യനെയാണ്. അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള ജീവിത പെരുമാറ്റ ചട്ടങ്ങൾ നമ്മൾ പാലിച്ച് നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കണം. അതിന് വൃത്തിയും ശുദ്ധിയും ഭക്ഷണ ക്രമീകരണവും ഒക്കെ നമ്മൾ പാലിക്കണം. അർഹമുർ റഹീമീനായ റബ്ബ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ച് അള്ളാഹുവിന്റെ ത്വഅത്തിലായി നമ്മുടെ ആയുസ് ചെലവഴിച്ച് അവസാനം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുകൂടാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. വെള്ളിയാഴ്ച രാവ് നമുക്ക് ദുആ ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച. അന്നാണ് ആദം നബി ജനിച്ച ദിവസം, ആദം നബിയെ സൃഷ്ടിച്ച ദിവസമാണ്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ് സ്വലാ, വെള്ളിയാഴ്ച നിങ്ങൾ എന്റെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. കാരണം വെള്ളിയാഴ്ചത്തെ സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്താ? ഫഇന്ന സ്വലാത്തകും മഅറൂലത്തുൻ അലയ്യ. വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്ത് അങ്ങനെ തന്നെ എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അത് ചൊല്ലുന്ന ആളെയും ആ സ്വലാത്തു നബി നേരിട്ട് കാണും എന്നാണ് നബി തങ്ങൾ പറയുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്തോ അത് നബി തങ്ങൾ കേൾക്കുന്നത് മക്കുകളാകുന്ന ചാനൽ മുഖേനയാണ്. സ്വലാത്തും സലാം ചെയ്യില്ല, അപ്പം നബി തങ്ങളിൽ എത്തും. നമ്മൾ മൊബൈലിൽ വിളിച്ച മാതിരി ഉടനെത്തും. പക്ഷെ അത് എത്തിച്ചു കൊടുക്കലാരാ? മലക്കുകളാണ്. വെള്ളിയാഴ്ച ഈ മലക്കുകൾ വേണ്ട, അള്ളാഹുവിന്റെ ഹബീബിന് നേർക്ക് നേരെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നമുക്ക് അല്പം സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലരും സംഭാവന തന്നിട്ടുണ്ട്. പ്രത്യേകമായി ഇന്നത്തെ വാഴ നമ്മുടെ സദസ്സിൽ ആവശ്യമാകുന്ന തുക സ്പോൺസർ ചെയ്തത് 2